ഈ കാലത്തിന് വലിയ പ്രത്യേകത, കാതലായ പലതിനെയും വിട്ടിട്ട് കണ്ണഞ്ചിപ്പിക്കുന്ന പലതിൻ്റെയും പിന്നാലെ നമ്മൾ പരക്കം പായുന്നു എന്നുള്ളതാണ് നമ്മളുടെ പെരുന്നാളിൻ്റെ പതിവ് കാഴ്ചകൾ. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത്, നിങ്ങളുടെ പെരുന്നാളുകൾ, നിങ്ങളുടെ ഉത്സവങ്ങൾ, നിങ്ങളുടെ ധൂപവർഗങ്ങൾ എനിക്ക് വെറുപ്പാകുന്നു. അദ്ദേഹം പ്രൊട്ടസ്റ്റന്റുകാരനായതുകൊണ്ടല്ല, മറിച്ച് അദ്ദേഹം പറയുക, നിങ്ങളുടെ കൈകൾ പാതകം നിറഞ്ഞിരിക്കുന്നു, രക്തമംഗലമാണ്. അതുകൊണ്ട് യെശയ്യാവ് പറയുകയാണ്, രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്നാണ് കാലവുമായി ബന്ധപ്പെടുത്തി പറയുന്നത്. ഒന്ന്, നിങ്ങൾ അനാഥരോട് കരുണ കാണിക്കുന്നവരാകണം. നമ്മൾ തിരക്കിപ്പോയ ക്രിസോസ്റ്റമോസ് തിരുമേനി ഒത്തിരി സ്ഥാപനങ്ങൾ, ഒസ്താത്യോസ് തിരുമേനി നടത്തിയ സ്ഥാപനങ്ങൾ അതേ ആത്മാവിൽ നടത്തുന്നുണ്ട്. നിരണം ഭദ്രാസന നേതൃത്വം ഒത്തിരി ഉണ്ട്. മാവേലിക്കര ഞങ്ങൾക്ക് രണ്ടുണ്ട്. ഒന്നിൻ്റെ ചുമതല മാവേലിക്കര അരമനോട് ചേർന്ന് എനിക്കുണ്ട്, അഗതി മന്ദിരം. അനാഥപ്പെട്ടു പോകുന്ന അനേകം ആളുകളുണ്ട് നമ്മുടെ ചുറ്റുപാടുകളിൽ. അത് കേവലം അനാഥ മന്ദിരങ്ങളിലെ അല്ല, മറിച്ച് നമ്മുടെ ഒരു വീട്ടിൽ തന്നെ ഒരുമിച്ച് താമസിക്കുമ്പോൾ പോലും അനാഥപ്പെട്ടു പോകുന്ന അനേകം ആളുകളുണ്ട്. ഞാൻ ഉൾപ്പെടെ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ, മാതാപിതാക്കളോട് സഹോദര ബന്ധങ്ങളിലൊക്കെ ഒറ്റപ്പെട്ടു പോകുന്ന അനേകം ആളുകളുണ്ട്. കഴിഞ്ഞ ദിവസം മനോരമ പത്രത്തിന്റെ മുഖപ്പേജിൽ വന്നിരുന്നു, 250 വൃദ്ധ ദമ്പതികൾ, മാതാപിതാക്കൾ ഗവൺമെന്റ് ആശുപത്രിയിൽ അസുഖമൊക്കെ മാറിയിട്ട് മക്കൾ കൊണ്ടുപോകാൻ വേണ്ടി കാത്തിരിക്കുന്ന അപ്പനെയും അമ്മയും കുറിച്ചൊക്കെ പത്രത്തിൽ ഇങ്ങനെ വന്നിരുന്നു. ഇങ്ങനെ അനേകം അനാഥപ്പെട്ടു പോകുന്നവരുണ്ട്. എല്ലാം ഉണ്ടായിട്ടും, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, പക്ഷേ വ്യക്തി ജീവിതത്തിൽ പുറമേ നോക്കിയാൽ നല്ല പച്ചിപ്പുണ്ടെങ്കിലും വ്യക്തി ജീവിതങ്ങളുടെ ഉള്ളറകളിൽ അല്ലേ മണലാരണ്യങ്ങൾ പോലെ ആയിരിക്കുന്നു അനേക ജീവിതങ്ങൾ. യെശയ്യാവ് പറഞ്ഞത് യഥാർത്ഥ ആത്മാവിലാണെങ്കിലും ഈ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് അനാഥരോട് കരുണ കാണിക്കുവാൻ നമുക്കിടയാകട്ടെ.